ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിലെ 12ാമത്തെ ചാപ്റ്റർ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതായിട്ട് നമുക്ക് എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നോക്കാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ്സിലൊരു മാനേജറാണ്, എനിക്ക് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഒരു സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ അധികാരപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയാം. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള അധികാരം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറൽ ആയിട്ട് തന്നെ നമ്മൾ താഴേക്കടയിലേക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള അതോറിറ്റി ഇപ്പോൾ എൻ്റെ പേരിലാണുള്ളത്, എൻ്റെ അണ്ടറിലാണുള്ളത്. ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള അതോറിറ്റി എൻ്റെ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്, അത് തൽക്കാലം അയാൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ബിസിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അയാളെ താൽക്കാലികമായിട്ട് ഏൽപ്പിക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നിൽ നിന്ന് എടുത്തിട്ട് അത് അയാൾക്ക് കൊടുക്കുക. അത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള കേസ് ഇനി എപ്പോൾ വന്നു കഴിഞ്ഞാലും അയാളാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ഡെലിഗേഷൻ്റെ കേസിൽ ഈ ഒരു കേസ് മാത്രം, ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് മാത്രമാണ് ഞാൻ അയാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ എന്തിനാണ് ഈ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ചെയ്യുന്നത്? നമുക്കറിയാം, ബിസിനസ് ഇങ്ങനെ ഗ്രോ ആകുമ്പോൾ മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാനേജേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടാവും. ഒരു മാനേജർക്ക് അയാൾ ബിസിനസ് ചെറുതായപ്പോൾ അയാൾ ചെറിയ ബിസിനസ് കാര്യങ്ങളിൽ കൂടെ അയാൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ബിസിനസ് വലുതായി, ബിസിനസ് ഒരുപാട് എക്സ്പാൻഡ് ആയാൽ എന്ത് ചെയ്യും, ആ മാനേജേഴ്സ്ക്ക് പിന്നെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും അയാൾക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെലിഗേഷനും അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷനും ബിസിനസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മാനേജേഴ്സ്ക്ക് എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാനും, എന്നാൽ ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും. അതായിട്ട് എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, നമുക്ക് എന്താ നോക്കാം. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ, ഡെലിഗേഷൻ ഈസ് ദാൻ എൻട്രസ്റ്റ്മെന്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ പെർഫോമൻസ്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെ ഒരു സബോർഡിനേറ്റ് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കൂടെ തന്നെ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റിയും അയാളെ സംബന്ധിച്ചിടത്തോളം അത് നന്നായിട്ട് പെർഫോം ചെയ്യാന്നുള്ളൊരു അക്കൗണ്ടബിലിറ്റിയും കൂടെ ഞാൻ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ആ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അയാൾ അക്കൗണ്ടബിൾ ആണ്. അതായത് ഇതൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും, ഒന്ന് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അണ്ടർ ഡെലിഗേഷൻ ആൻ എംപ്ലോയി റിസീവ് എ ലെജിറ്റിമേറ്റ് ഓതറൈസേഷൻ ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി വിത്തിൻ എ സ്പെസിഫിക് ഫ്രെയിം വർക്ക് ഓഫ് റൂൾ, പോളിസീസ് ആൻഡ് ഓർഗനൈസേഷൻ ഗോൾ. അതായത് ഇപ്പോൾ ഞാനൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഒരു സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അസൈൻ ചെയ്ത് കൊടുത്ത ആൾക്ക് എന്ത് കിട്ടും? ഒരു ഓതറൈസേഷൻ കിട്ടും. ആ ജോബ് അയാൾക്ക് ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടും. ഓതറൈസേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും, അയാൾക്ക് ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ പറ്റും. എങ്ങനെ? കമ്പനീൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂള്, പോളിസീസ്, ഓർഗനൈസേഷൻ ഗോൾസൊക്കെ പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓവറോൾ നമ്മൾ ഡെലിഗേഷന് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന്, ഡിറ്റർമൈൻ റിസൾട്ട് എക്സ്പെക്റ്റഡ് ഫ്രം എ സ്പെസിഫിക് പേഴ്സൺ. അതായത് നമ്മളിത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് റിസൾട്ടാണ് ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അത് ഡിറ്റർമൈൻ ചെയ്ത് അത് അയാൾക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാളങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. രണ്ടാമത്തെ എന്താണ്, ആ ഒരു ടാസ്ക്, അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ത് ചെയ്യും, ആ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ അയാൾക്ക് കൊടുക്കണം. പിന്നെന്താണ്, നാലാമത്തെ സബോർഡിനേറ്റിന് അതിന് റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്പെസിഫിക് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. അതെൻ്റെ ഒരു സ്പെസിഫിക് ടാസ്ക് ആണ്. ഞാൻ ആ ടാസ്ക് എൻ്റെ ഒരു സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഈ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് വഴി
ഞാൻ എന്താണ് അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഡിറ്റർമിൻ ചെയ്ത് അത് അയാൾക്കും കൂടെ കൺവിൻസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ സ്റ്റഡി ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനായിരിക്കും. ഇങ്ങനെ എന്താണ് ഞാൻ ആ ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റെസ്പോൺസിബിലിറ്റി അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം, സ്റ്റെപ്സ്. പിന്നെന്താണ്, ആ റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ അയാൾക്ക് കൊടുക്കണം. അതിൻ്റെ പവർ റേറ്റ് അയാൾക്ക് കൊടുക്കണം. ചിലപ്പോൾ അയാൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റിക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, അയാൾക്ക് കമ്പനി പ്രൊഡക്റ്റ് ഡാറ്റയ്ക്ക് ആക്സസ് വേണ്ടി വരും. ഇങ്ങനെ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും കൂടെ അയാൾക്ക് കൊടുക്കണം. ഇത് കൊടുക്കുന്നതോടുകൂടെ തന്നെ അയാളെ കയ്യിൽ നിന്ന് എന്തെയും അയാൾ അക്കൗണ്ടബിൾ ആവണം. ഈ അതോറിറ്റിയും ഈ റൈറ്റും ഒക്കെ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് അയാൾ തരുന്നുള്ളതിന് അയാളും കൂടെ ആ സബോർഡിനേറ്റും കൂടെ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒരു ഡെലിഗേഷൻ്റെ സ്റ്റെപ്സുകൾ. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഒരു ലോക്കൽ ബേക്കറി റൺ ചെയ്യാണ്. അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ബേക്കറി മറ്റൊരു സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അയാൾക്ക് അത് അവിടെ പോയിട്ട് അവിടെ മാനേജ് ചെയ്യാനും പറ്റൂല, കാരണം അയാൾക്ക് ഓൾറെഡി ഇവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്താ ചെയ്താൽ അയാൾക്കൊരു ബ്രാഞ്ച് മാനേജർ ആ ബേക്കറിയിൽ അപ്പോയിന്റ് ചെയ്തു. ആ ബ്രാഞ്ച് മാനേജർക്ക് അയാൾ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് എന്താണ്, റോ മെറ്റീരിയൽ ഓർഡർ ചെയ്യാം, അവിടുത്തെ സ്റ്റാഫിനെ മാനേജ് ചെയ്യണം, ക്യാഷ് ഹാൻഡിൽ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇനി ഡെലിഗേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എലമെൻറ്റുകൾ നോക്കാം. ഒന്നാമത്തെ എന്താണ്, ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ എലമെൻറ്റ്. അതൊരു ഡെഫിനിറ്റ് ആയിട്ട് എന്താണ് ടാസ്ക് എന്നുള്ളതും ആ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതോ എന്താണ് സബോർഡിനേറ്റിൽ നിന്നും ഈ സുപ്പീരിയർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കറക്റ്റ് മനസ്സിലാക്കി അതെന്ത് ചെയ്യുക, അത് പറഞ്ഞ് മനസ്സിലാക്കി ആ സ്റ്റാഫിന് ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റാഫ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്താൽ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാനുള്ള അതോറിറ്റി അയാൾക്ക് കൊടുക്കണം. അതിനുള്ള ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാനുള്ള പവറും അതോറിറ്റിയും അയാൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് അത് ഡ്യൂട്ടി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് പാർട്ട് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. ഈ അതോറിറ്റി ഡ്യൂട്ടി കൊടുത്തു, അത് ചെയ്യാനുള്ള അതോറിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാൾ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കണം. ആ ഡ്യൂട്ടി ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്, പെർഫോം ചെയ്യുക എന്നുള്ളത് അയാളുടെ അക്കൗണ്ടബിലിറ്റി ആയിരിക്കും. ഈ ഒരു അക്കൗണ്ടബിലിറ്റിയും കൂടെ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡെലിഗേഷൻ, അതായത് എഫക്റ്റീവ് ഡെലിഗേഷനെ കുറച്ച് പ്രിൻസിപ്പിൾസ് നോക്കാം. അതായത് ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്. അതായത് ഒരാൾക്കൊരു ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് റിസൾട്ടാണ് അയാൾ ഇന്ന് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ആ റിസൾട്ട് അയാൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഡ്യൂട്ടി അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പിറ്റൻസ്, അതായത് നമ്മളൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് കോമ്പറ്റീവായുള്ള ആൾക്കാരെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് പ്രാപ്തമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഒരു ഡ്യൂട്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ഡ്യൂട്ടി അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്, അയാൾ അതിന് കോമ്പിറ്റൻ്റ് അല്ല. മാത്രമല്ല അയാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് സ്പെഷ്യൽ സ്കില്ല് വേണ്ടി വരും, അതിൻ്റെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, അയാളെ ക്വാളിഫിക്കേഷൻ നോക്കേണ്ടി വരും, അയാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്, ഇതെല്ലാം നോക്കിയിട്ട് ഒരാളൊരു ജോബ് ഏറ്റെടുക്കാൻ പ്രാപ്തനാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം അയാൾക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഈ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ സബോർഡിനേറ്റും ഈ സുപ്പീരിയറും തമ്മിൽ എന്തായും ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്ത ഡ്യൂട്ടി ഇയാൾ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള ഒരു ട്രസ്റ്റ് ഇവർ തമ്മിലുണ്ടായിരിക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അയാൾക്കൊരു അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനുള്ള ആ റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ അയാൾക്ക് കൊടുക്കണം. അതായത് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തു, അതിനുള്ള അതോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് കൊടുക്കുന്നോ അത്രത്തോളം അതോറിറ്റിയും അയാൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ഡെലിഗേഷൻ എഫക്റ്റീവായിട്ട് വർക്കാവുള്ളൂ. അത് ഒരാൾക്ക് എത്ര അതോറിറ്റി ഉണ്ടോ അത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും ഒരാൾക്ക് ഉണ്ടായിരിക്കണം.
പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി കമാൻഡ് റിസീവ് ചെയ്യേണ്ടത് ഒരു സുപ്പീരിയർ അടുത്ത് നിന്ന് മാത്രമായിരിക്കണം. അതിനാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുക. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഈ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഈ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമാൻഡ് ചെയ്യേണ്ടത് ഈ അസൈൻ ചെയ്ത് കൊടുത്ത ആൾ മാത്രമായിരിക്കണം. അല്ലാതെ ഒരാൾ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു, അത് ഇന്ന രീതിയിൽ ചെയ്യാൻ ഒരാൾ പറയുക, മറ്റു രീതിയിൽ ചെയ്യാൻ മറ്റൊരു മാനേജർ പറയുക, വേറെ രീതിയിൽ ചെയ്യാൻ വേറൊരാൾ പറയുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവില്ല. അതായത് ഒരു ഡെലിഗേഷൻ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും എൻ്റെ ഒരു സബോർഡിനേറ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ എങ്കിൽ കൂടെ ബോർഡിൻ്റെ മുന്നിൽ എൻ്റെ ടോപ്പിലുള്ള എൻ്റെ മുകളിലുള്ള ഒരു മാനേജർ കണ്ണിൽ ഞാൻ തന്നെ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഒരാൾക്ക് അതോറിറ്റി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ഞാൻ തന്നെ ആയിരിക്കും. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ എൻ്റെ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ എപ്പോഴും അതിൻ്റെ ഒരു ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അതായത് ആ ഒരു ഡ്യൂട്ടി ആ ഒരു ജൂനിയർ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഞാനും അയാളും തമ്മിൽ നടന്നുകൊടുക്കണം. പിന്നെ അയാൾക്ക് ആ ഡ്യൂട്ടി റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അതായത് ഞാനൊരു മാനേജറാണ്, ഞാൻ എൻ്റെ ഒരു സബോർഡിനേറ്റിന് ഒരു ഡ്യൂട്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി എൻ്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കൺട്രോളും എനിക്ക് ഞാൻ ആ ഡ്യൂട്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ സബോർഡിനേറ്റിന് ഡയറക്റ്റ് ചെയ്യാനുള്ള കൺട്രോള് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, എങ്കിലേ എനിക്ക് അതിന് റെസ്പോൺസിബിൾ ആകാൻ പറ്റുള്ളൂ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ്. പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഡ്യൂട്ടി ഞാൻ അസൈൻ ചെയ്ത് കൊടുത്ത ഡ്യൂട്ടി അയാൾ നോർമൽ വർക്കിനെക്കാട്ടും മുകളിലുള്ള വർക്കാണ്, അല്ലെങ്കിൽ അയാൾ ജോബ് റെസ്പോൺസിബിലിറ്റിനെക്കാട്ടും കൂടുതലുള്ള റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ അയാൾക്ക് അതിനൊരു എഫക്റ്റീവായിട്ടുള്ള റിവാർഡ് ഞാൻ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും, പ്രൊമോഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് സാലറിയോ മറ്റ് ബെനിഫിറ്റോ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്യൂട്ടി, ഇപ്പോൾ ഞാനൊരു ഡ്യൂട്ടി എൻ്റെ ഒരു സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് എന്തെങ്കിലും ആ ഒരു ഡ്യൂട്ടി റിലേറ്റഡ് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് കേൾക്കാനും, അറ്റ്ലീസ്റ്റ് അയാളെ ഭാഗം കേൾക്കാനും, അയാളെ ഐഡിയ അയാൾ ഉദ്ദേശിക്കുന്ന മെത്തേഡൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും എന്തുണ്ട്? എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്റ്റീവ്നെസ് എന്ന് പറയുക. അതായത് അയാളെ ഭാഗത്ത് എന്തെങ്കിലും ഐഡിയകളോ മെത്തേഡുകളോ മറ്റ് പുതിയ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാനും കൂടെ തയ്യാറായിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ബാരിയേഴ്സ് ടു ഡെലിഗേഷൻ ആൻഡ് ഹൗ ടു ഓവർകം ദം. അതായത് നോർമലി കമ്പനികളിൽ ഫേസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി എഫക്റ്റീവായിട്ട് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ബാരിയേഴ്സ്, അതിൻ്റെ പ്രോബ്ലംസും അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ, എന്തുകൊണ്ടാണ് മാനേജേഴ്സ് നോർമലി ഡെലിഗേറ്റ് ചെയ്യാൻ അത്ര താല്പര്യപ്പെടാത്തത്? ഒന്നാമത്തെ എന്താണ്? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ കപ്പാസിറ്റി, സ്കിൽ ആൻഡ് ഓർ ഇൻ്റലിജൻസ് ഓഫ് സബോർഡിനേറ്റ്. അതായത് എൻ്റെ താഴെ ഞാനൊരു ഡ്യൂട്ടി ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ താഴെയുള്ള ആ ഒരു സബോർഡിനേറ്റ് അത് എത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അയാൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ഇൻ്റലിജൻസ് ഉണ്ടോ, ഇതുപോലത്തെ സംശയങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും കോൺഫിഡൻസ് ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും? ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ചില മാനേജേഴ്സ് വിചാരിക്കും എൻ്റെ സബോർഡിനേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് ആ ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റും, പിന്നെ എന്തിന് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ ചില മാനേജേഴ്സ് വിചാരിക്കും ഇപ്പോൾ ഞാൻ ആ ഡ്യൂട്ടി എൻ്റെ സബോർഡിനേറ്റ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് ചിലപ്പോൾ എൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് അയാളെ ഏൽപ്പിച്ച് എന്ത് ചെയ്യും? ചിലപ്പോൾ എന്നെ റീപ്ലേസ് ചെയ്യാനും എൻ്റെ ജോലി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ചില മാനേജേഴ്സ് വിചാരിക്കും. പിന്നെ അടുത്ത എന്താണ്? പേഴ്സണൽ ഇൻസെക്യൂരിറ്റി ഓർ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ഓൺ മാനേജറിയൽ സ്റ്റാൻഡേർഡിങ്. അതായത് ചിലപ്പോൾ പേഴ്സണലായിട്ട് മാനേജർക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചിലപ്പോൾ അയാളെ മാനേജറായി സെലക്ട് ചെയ്യും. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? മാനേജേഴ്സ് നോർമലി ഡെലിഗേഷൻ ചെയ്യാൻ മടിക്കും. ഇനി അതുപോലെ തന്നെ
ചില സാഹചര്യങ്ങൾ സബോർഡിനേറ്റ്, ഇതിപ്പോൾ മാനേജേഴ്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ചില കാര്യങ്ങളിൽ സബോർഡിനേറ്റും ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഡെലിഗേറ്റ് ചെയ്ത അതോറിറ്റി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടി കാണിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന് ഫിയർ ഓഫ് ഹാഷ് ക്രിറ്റിസിസം ഓർ പെനാൽറ്റീസ്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ ക്രിറ്റിസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, പെനാൽറ്റി എൻ്റെ പേരിൽ വരുമോ എന്നുള്ള ഭയം ചിലപ്പോൾ എന്ത് ചെയ്യും സബോർഡിനേറ്റിനുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ളൊരു താല്പര്യം കുറവായിരിക്കും. പിന്നെന്താണ് സർ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ കുറവാണ്. ഇപ്പം ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്താലും അഡീഷണൽ വർക്ക് ചെയ്താലും എനിക്ക് ഇത്ര സാലറി മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തതൊക്കെ. അതായത് എന്ത് ഡ്യൂട്ടി ചെയ്താലും ചിലപ്പോൾ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ അഡീഷണൽ മോട്ടിവേഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നോർമലി സബോർഡിനേറ്റ്സ് പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടിക്കും. പിന്നെന്താണ്, ചില സാഹചര്യത്തിൽ ചിലപ്പോൾ മാനേജർ എനിക്ക് റെസ്പോൺസിബിലിറ്റി തരും, പക്ഷേ ഇത് ചെയ്യാനുള്ള റിസോഴ്സസും സപ്പോർട്ടൊന്നും ചിലപ്പോൾ മാനേജർ തരൂല എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ സബോർഡിനേറ്റേഴ്സിന് വരും. ഇങ്ങനെ സബോർഡിനേറ്റേഴ്സിന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ നോർമലി ഇങ്ങനത്തെ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് പിന്നെ അവസാനത്തെ ഒരു കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു പുതിയ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുതിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളൊരു മടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളും നോർമലി ഈ ഡെലിഗേഷൻ ചെയ്ത് പുതിയ ഡ്യൂട്ടി അല്ലെങ്കിൽ പുതിയ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇനി എങ്ങനെ ഈ ഒരു ബോട്ടിൽനെക്ക്, ഇപ്പോൾ നമ്മളെന്തേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് എഫക്റ്റീവായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഡെലിഗേഷൻ നടക്കാതിരിക്കുന്നത് എന്നതിനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചില സാഹചര്യങ്ങളിൽ മാനേജേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല, അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ചില സാഹചര്യങ്ങളിൽ സബോർഡിനേറ്റ്സ് ഡെലിഗേഷൻ ആക്സെപ്റ്റ് ചെയ്യൂല, അതിനുള്ള കാരണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ് പറയുന്നത്. ഒന്ന്, ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പെനാൽറ്റി തരുമോ മറ്റെന്തെങ്കിലും ഫൈന് വരുമോ എന്നുള്ള പേടി ചിലപ്പോൾ എംപ്ലോയീസിനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നോർമലി ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഇമ്പ്രൂവ് ചെയ്യിക്കുക. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പെനാൽറ്റി എന്നതിന് പകരമായിട്ട് അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസേഷണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. പിന്നെ പോലെ തന്നെ ഡിഫൈൻ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ എവരി സിംഗിൾ എംപ്ലോയി നോ എക്സാക്ട്ലി വാട്ട് പാരാമീറ്റേഴ്സ് ഡിഫൈൻ. അതായത് ഒരു ജോബിൻ്റെ സക്സസ്ഫുൾ ഫാക്ടർ എന്താണ്, എങ്ങനെയാണ് ഒരു ജോബ് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് ഓരോ എംപ്ലോയീസിനും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കൊടുത്താൽ എന്ത് ചെയ്യും, ആ എംപ്ലോയീസിന് ആ ഒരു പുതിയ ജോലി ആക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. പിന്നെ പ്രൊവൈഡ് ട്രെയിനിങ്. അതായത് എംപ്ലോയീസിന് നമ്മൾ പീരിയോഡിക് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് പുതിയ ഡ്യൂട്ടി അല്ലെങ്കിൽ പുതിയ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസ്റ്റാബ്ലിഷ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്? എല്ലാ എംപ്ലോയീസിനും കൂടെ മറ്റ് എംപ്ലോയീസിനും കൂടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എംപ്ലോയീസിനൊരു മോട്ടിവേഷൻ വരാനും ഇത് അവരുടെയും കൂടെ കമ്പനിയാണ് അല്ലെങ്കിൽ അവരുടെയും കൂടെ ഓർഗനൈസേഷനാണ് എന്നുള്ളൊരു ഫീലിംഗ് വരാനും അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് കൂടുതൽ ഡെലിഗേഷന് തയ്യാറാവാനൊക്കെ കാരണമാവും. ഇനി നമുക്ക് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഇതെന്താണെന്ന് നോക്കാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ അതോറിറ്റി സെൻട്രലായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രമായിട്ട് സെൻട്രലൈസ് ചെയ്ത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ് സെൻട്രലൈസേഷൻ. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം സെൻട്രലൈസ് ചെയ്യാതെ ഡീസെൻട്രലൈസ് ചെയ്ത് സപ്പോർട്ടിംഗ് മാനേജ്മെൻറ്റിന് കൂടെ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിനോടും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഓർഗനൈസേഷൻസിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസർവേഷൻ ഓർ വിത്ത് ഹോൾഡിംഗ് ഓഫ് മേജർ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് വെരി ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മേജറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ അതോറിറ്റിയും ടോപ്പ് ലെവലിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സെൻട്രലൈസേഷൻ എന്ന് പറയാം. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള അതോറിറ്റി ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മാത്രമായിരിക്കും അവരെടുക്കുക.
അതിൻ്റെ താഴെയുള്ള മാനേജ്മെൻറ്റിന് അവരുടെ ലെവലിലുള്ള ഡിസിഷൻ അവരായിരിക്കും എടുക്കുക. അതിൻ്റെ ലോവർ ലെവലിലുള്ള മാനേജ്മെൻറ്റിന് ലോവർ ലെവലിലുള്ള ഡിസിഷൻസ് ആ മാനേജ്മെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റിനായിരിക്കും എടുക്കുക. എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഡിസിഷൻസ് താഴെയുള്ള മാനേജ്മെൻറ്റും കൂടെ അതിൽ തീരുമാനം എടുക്കും. ഇനി നമുക്ക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നമ്മൾ പറഞ്ഞു, ഒരു മാനേജർ സ്പെസിഫിക് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അയാളെ താഴെയുള്ളൊരു ആൾക്ക് സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഓർഗനൈസേഷനിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യുക. ടോപ്പ് മാനേജ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഓർഗനൈസേഷനിൽ മൊത്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഡെലിഗേഷൻ്റെ ഒരു നേച്ചർ എന്താണ്? അതായത് ഒരു വർക്ക് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി വൈഡ് സ്പ്രെഡാണ്, അതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഇനി സ്കോപ്പ് ഒക്കെ, ഡെലിഗേഷൻ്റെ സ്കോപ്പ് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് സ്കോപ്പാണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് സ്കോപ്പാണ്. ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള അതോറിറ്റി മാത്രമാണ് അയാളെ താഴെയുള്ള ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്താ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് സ്കോപ്പാണ്. ഇത് ഓർഗനൈസേഷനിൽ മൊത്തം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അതെന്താണ്? കമ്പൽസറി ആണ്. അതായത് ഒരു മാനേജർക്ക് ഒരിക്കലും എല്ലാ റെസ്പോൺസിബിലിറ്റിയും എഫക്റ്റീവായിട്ട് ഒരു മാനേജർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചില റെസ്പോൺസിബിലിറ്റി അയാളെ താഴെയുള്ള ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് ഓപ്ഷനിലാണ്. അതായത് അത് മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം കമ്പനി സെൻട്രലൈസ് ആക്കണോ ഡീസെൻട്രലൈസ് ആക്കണോ എന്നുള്ളത്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഇത് ഓപ്ഷണലാണ്. ഇനി കൺട്രോള്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നതാണ് ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഒരു താഴെയുള്ള ഒരു സബോർഡിനേറ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താലും എന്താണ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർക്ക് മാത്രമായിരിക്കും അതിൻ്റെ ജോബിൻ്റെ കൺട്രോൾ ഇപ്പോഴും ഉണ്ടാവുക. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ ഓവറോൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് കോർപ്പറേറ്റ് പോളിസി ഫ്രെയിംവർക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമായിരിക്കും ഓവറോൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഒരു ഡെലിഗേഷൻ്റെ പർപ്പസ് എന്താണ്? അതായത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറെ വർക്ക് ലോഡ് കുറക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ്റെ പർപ്പസ്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ്റെ പർപ്പസ് ഓർഗനൈസേഷൻ ഒരു വൈഡ് എക്സ്പാൻഷനൊക്കെ ഓർഗനൈസേഷന് പ്രിപ്പയർ ചെയ്യുക. അതായത് അല്ലെങ്കിൽ വൈഡ് എക്സ്പാൻഷനൊക്കെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു എക്സ്പാൻഷൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നോർമലി ഡീസെൻട്രലൈസേഷന് വരിക. ഇനി മെറിറ്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്ന് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി നമ്മൾ ആ എക്സാക്ട് ലെവലിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റിന് എടുക്കേണ്ടത് കൊണ്ട് എന്താണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, അത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ചാൻസ് ഇത് കുറവായിരിക്കും സെൻട്രലൈസ്ഡ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ റിലീഫ് ടു ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബിൽ മാത്രം ഫോക്കസ് ചെയ്യാനും ഡേ ടു ഡേ ആക്ടിവിറ്റി സബോർഡിനേറ്റിന് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എന്താണ് ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് എപ്പോഴും ഒരു റിലീഫ് കിട്ടും അതിന്. അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ് എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആയിട്ട് അവർ എപ്പോഴും ഹെവി വർക്ക് ലോഡായിരിക്കും. അതായത് ഫെസിലിറ്റേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് കമ്പനി മറ്റൊരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഡീസെൻട്രലൈസേഷന് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണ്? നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ മറ്റൊരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ആ മാർക്കറ്റിനെ അറിയുന്ന ഒരാൾക്ക് അതിൻ്റെ അതോറിറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ഈ ഡീസെൻട്രലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിലെ ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതൊരു എക്സ്പീരിയൻസ് ചെയ്യാനും എന്ത് ചെയ്യും? അങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരൊരു മാനേജർ ലെവലിലേക്ക് വളരാനും ഈ ഒരു ഡീസെൻട്രലൈസേഷൻ അവരെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെന്താണ്? ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് കമ്പനി ഡീസെൻട്രലൈസ് ചെയ്ത് എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അത്രയും അതോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അതൊരു ഇൻഡിപെൻഡൻ്റ് ആവാനും ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഫെയിൽ ആവാനും കോർഡിനേഷൻ ഇല്ലാതാവാനും അത് കാരണമാകും. പിന്നെന്താണ്? ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരെ അതോറിറ്റി
തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അവിടെ സെപ്പറേറ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൂടുതലായിട്ട് വരും. ഫോർ എക്സാമ്പിൾ അവർക്ക് എന്ത് ചെയ്യും, എക്യുപ്മെൻറ്റ്, മറ്റ് ഫംഗ്ഷൻസ്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് പിന്നെ അടുത്തത് നോട്ട് സ്യൂട്ടഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് സർവീസ്. അതായത് സ്പെഷ്യലൈസ്ഡ് സർവീസിന് ഒരിക്കലും ഡീസെൻട്രലൈസേഷൻ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ്, ലീഗൽ കംപ്ലയൻസസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് സ്കില്ലൊക്കെ ആവശ്യമുള്ള ടാസ്കിന് ഒരിക്കലും ഡീസെൻട്രലൈസ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അത് ആ സ്പെഷ്യൽ സ്കില്ലുള്ള ആളുകൾ മാത്രമാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് സ്കില്ല് ആവശ്യമുള്ള ജോബ് ഒരിക്കലും ഡീസെൻട്രലൈസ്ഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ അടുത്താണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഒന്ന് സൈസ് ഓഫ് ഓപ്പറേഷൻ. അതായത് ബിസിനസ് ഒരുപാട് വലിയ ബിസിനസ് ആണെങ്കിൽ നോർമലി എന്ത് ചെയ്യും, ഡീസെൻട്രലൈസേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ഡിസിഷൻസ്. ഇപ്പോൾ ചില ടൈപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരുപാട് കോസ്റ്റും അതിൽ റിസ്ക് എലമെൻ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഡിസിഷൻസ് നോർമലി സെൻട്രൽ മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. എന്നാൽ നോർമലി അതിൻ്റെ കോസ്റ്റും റിസ്ക്കും കുറവാണെങ്കിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫിലോസഫി ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ എന്ത് ഫിലോസഫിയിലാണ് ടോപ്പ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് മാനേജ്മെൻറ്റിൽ 2 അപ്രോച്ചുണ്ട്, സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് അപ്രോച്ചും ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് അപ്രോച്ചും. അപ്പം ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഏത് അപ്രോച്ചാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ് സെൻട്രലൈസ് ചെയ്യണോ ഡീസെൻട്രലൈസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടും. പിന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്. അതായത് ചില സ്ട്രിക്റ്റ് ഗവൺമെൻറ് റൂള്, ടാക്സ് പോളിസീസ്, ഡയറക്റ്റ് ലേബർ ഇൻ്റർവെൻഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ചില സാഹചര്യങ്ങളിൽ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ചെയ്യാൻ വേണ്ടി കമ്പനിനെ പ്രേരിപ്പിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കമ്പനി സെൻട്രലൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എത്രത്തോളം ഡീസെൻട്രലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഫാക്ടേഴ്സാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ യൂണിറ്റിൻ്റെ സമ്മറിലേക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്, നമ്മൾ ഡെലിഗേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അയാളുടെ സബോർഡിനേറ്റിനെ ഏൽപ്പിക്കുന്ന പ്രോസസ്സാണ് ഡെലിഗേഷൻ. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എൻറ്റയറിലായിട്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ലെവലും മാനേജ്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. പിന്നെ എന്താണ്, നമ്മൾ പാരിറ്റി റൂൾ പറഞ്ഞു. ഒരാൾക്കൊരു അതോറിറ്റി ഉണ്ടെങ്കിൽ, ഒരാൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ അയാൾക്ക് കൊടുക്കണം. അതായത് ഈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ ഫെയിലിയറിന് കാരണമാവും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനുള്ള അതോറിറ്റി ഇല്ലെങ്കിൽ അയാൾക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരാൾക്ക് ഒരുപാട് അതോറിറ്റി ഉണ്ട്, എന്നാൽ അത്ര റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ആ അതോറിറ്റി മിസ്യൂസ് ചെയ്യാനും ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ബാധിക്കാനും കാരണമാവും. അതുപോലെ തന്നെ അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു മാനേജർ അയാളെ സബോർഡിനേറ്റിനൊരു റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി മാനേജറെ, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കണ്ണിൽ അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആ മാനേജറത് തന്നെ ആയിരിക്കും. അതിനാണ് അബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുത്താലും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആ ഒരു അതോറിറ്റിനെ കുറിച്ച് എന്നോടാണ് ചോദിക്കുക, അല്ലാതെ സബോർഡിനേറ്റിനോട് അല്ല. അതായത് ഇതിന് ഡെലിഗേഷൻ്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ഒന്ന് അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക്. എന്താണ് ടാസ്ക് എന്താണെന്നുള്ള അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, അതിനുള്ള അതോറിറ്റി കൊടുക്കുക. പിന്നെ അതിനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഈ 3 സ്റ്റെപ്സിലൂടെയാണ് ഒരു ഡെലിഗേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച്. നമ്മൾ പറഞ്ഞു സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നമ്മൾ ചെയ്യേണ്ടത് ബിസിനസ് ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലാണ്. ചില ബിസിനസ്സുകൾ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതൽ സെൻട്രലൈസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ബിസിനസ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ ചില ബിസിനസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഡീസെൻട്രലൈസേഷൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ബിസിനസ് ഡീസെൻട്രലൈസ് ചെയ്യാം. ഇതിന് നമ്മൾ ബിസിനസ്സിൻ്റെ ഫാക്ടറും കൂടെ, ബിസിനസ്സിൻ്റെ നേച്ചറും മറ്റു ഫാക്ടറും കൂടെ, മാനേജ്മെൻറ്റിൻ്റെ പ്രിഫറൻസ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ബിസിനസ് സെൻട്രലൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നോർമലി ബിസിനസ്സുകൾ ചെയ്യുക, ലോങ് ടേം പ്ലാനിങ് പ്രോസസ്സ് നോർമലി സെൻട്രൽ മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലോങ് ടേം പ്ലാനിങ് പ്രോസസ്സ്
ടോപ്പ് മാനേജ്മെൻറ്റ് തന്നെ ചെയ്യും. എന്നാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡീസെൻട്രലൈസ് ചെയ്തും കൂടി ഇങ്ങനെയായിരിക്കും നോർമലി ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണ് ഒരു ഐഡിയൽ സെനാരിയോ. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.